ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു അടിപൊളി റെസിപ്പി എന്താ നമ്മളെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളൊരു സൂപ്പർ റെസിപ്പിയാണ്. കണ്ടിട്ട് എനിക്ക് ഭയങ്കര തിന്നാൻ ഭയങ്കര പൂതി. അപ്പം ഞാൻ എന്താക്കി അതൊന്ന് ഇന്ന് എന്തായാലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം അയമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് ഉണ്ടാക്കാം അല്ലേ. അപ്പം അതിന് വേണ്ടത് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പം ചിക്കനെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ അതിന് മുന്നേ നമുക്ക് ഇത് ആദ്യം ആവട്ടെ. അതിന് മുന്നേ തിന്നാൻ പാടുണ്ടോ സൂയി? അപ്പിയല്ലേ, വേവിക്കാൻ തിന്നാൻ പാടുണ്ടോ? തൊടണ്ട. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാൻ. എനിക്കില്ല വലിയ പീസ് ഇഷ്ടമല്ല, ചെറിയ ചെറിയ പീസാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കട്ടെ. നമുക്കിത് ചെറിയ പീസാക്കി കൊടുക്കട്ടോ. വലിയ പീസ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പം നമുക്ക് ചെറുതാക്കി കൊടുക്കാം. അത് ജൂഹിന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ലിവർ. എനിക്ക് ലിവർ കേട്ടോ. ആർക്കും കൊടുക്കൂല, ഈ ക്യാമറ തിരിച്ചല്ലേ, വേറെ ആർക്കും കൊടുക്കൂല കേട്ടോ. എനിക്ക് മാത്രം ഇഷ്ടം, ഫുള്ള് വേണം. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം കേട്ടോ. ജൂഹിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത് പല ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പല ആംഗിളിലല്ലേ ജൂഹി? അളക്കാതെടുക്കട്ടോ വീഡിയോ. ഇതിൻ്റെ ഓരോ ഞെട്ടെടുത്തങ്ങാണ്ട് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഒഴിവാക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. എന്തായാലും നല്ലോണം കഴുകണം, ഭയങ്കര പൊടി ഉണ്ടാവും ഇതിനകത്ത്. അതൊന്ന് നല്ല വൃത്തിയൊന്ന് കഴുകി തരാം. ഒരു 3-4 വിസിലാണ് കേട്ടോ പറയണത്. 3-4 വിസിലിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗൈസ്, ജൂഹിൻ്റെ മുടി വെട്ടി കണ്ടോ? ഇതുവരെ ഇങ്ങനെ ഭയങ്കര ഫുള്ളിങ്ങനെ നിൽക്കുന്ന ഒരു മുടി തന്നെയല്ലേ. അപ്പൊ ജൂഹിൻ്റെ മുടി എങ്ങനെ ഉണ്ട്? സെറ്റ് അല്ലേ? അപ്പൊ അമ്മ വെട്ടി കൊടുത്താലേ ജോയി? ജോയിക്ക് ഇഷ്ടായോ? ഷാലുവിന്റെ പോലെ വേറെ ആരോ പോലെ അല്ലേ പറഞ്ഞത്? കല്ലു അല്ലേ? അപ്പൊ 4 പൂക്കെങ്കിലും മിനിമം വരണം കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മുളകും പൊടിയും പിന്നെ എന്താ മല്ലിപ്പൊടിയൊക്കെ നല്ലോണം ഇടല്ലോ, ഗരം മസാല ഒക്കെ ഇടും. പക്ഷെ ഇതിലൊന്നും വേണ്ട. ഇത് ഭയങ്കര വെറൈറ്റി കേട്ടോ. അപ്പം എന്തായാലും ഇത് കണ്ടപ്പോൾ മുതലേ ഉണ്ടാക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. കൂക്ക് വരുമ്പോൾ ഒക്കെ ഒരു പേടി, എനിക്ക് പേടിയാ. നമുക്കത് 4 വിസിലായിട്ട് വരല്ലേ. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഗൈസ്, കണ്ടോ? ഇതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ട്, പാത്രം കരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. അപ്പം എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അറിയില്ല ഇതിനെപ്പറ്റി, അയാൾ അതിനെ പറ്റിയിട്ട് കറക്റ്റ് പറഞ്ഞിട്ടില്ലേനു. അപ്പം അത് ശ്രദ്ധിക്കുക, നല്ല വെള്ളം ഒഴിക്കുക. എന്തായാലും ഒരു 4 കൂക്കെങ്കിലും കൂകണല്ലേ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം എന്തായാലും ഒഴിക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ മമ്മി ആദ്യമായിട്ട് തിന്നാൻ പോവാണല്ലോ. ഒരു പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, കോഴിക്കോടത്തെ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വിഭവമാണ്. അപ്പം എന്തായാലും നമ്മൾ കഴിച്ചിക്കണമെങ്കിൽ നമുക്ക് നോക്കണമല്ലോ അല്ലേ ജോയി? അപ്പം അതൊന്ന് അടിക്കാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കല്. ഞാൻ അടിച്ചിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പേസ്റ്റായി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ജസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. സാരല്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ട വലിയൊരു ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ അയാൾ മെയിനായിട്ട് പറയുന്നത് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കാനാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ
നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കൈ എരിയുമെന്നാണ് എനിക്ക് സംശയം. പിന്നെ കാശ്മീരി ആയതിനെ കൊണ്ട് ആ പേടി പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ നമുക്ക് കറിവേപ്പിലൊക്കെ എടുക്കാം കേട്ടോ. ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാവേ. ഇതിൽ മെയിനായിട്ട് വെളിച്ചെണ്ണയാണ് പറയണത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ഇതിലേക്ക് സംഭവത്തിന് ഗ്രേവി പോലെയാണ്. നമുക്ക് വേറെ കറിയൊക്കെ ചോറ്റക്ക് കൂട്ടാൻ പറ്റിയൊരു ഗ്രേവി പോലത്തെ കറിയാട്ടോ. ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല. സംഭവം ഒരു പരീക്ഷണമാണ് കേട്ടോ. നമ്മളെന്തൊക്കെയോ ഫുഡ് പരീക്ഷയൊക്കെ ഉണ്ട്. ഇത് സത്യം പറയാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പൊ പിന്നെ എന്തായാലും എനിക്ക് ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് തന്നെയായിരുന്നേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പാടില്ല തോന്നുന്നു. നോക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ ഒരു കമ്മി പോലെ തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ഇൻസ്റ്റയിൽ കണ്ട ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നല്ല വേണ്ടത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞെന്താ അറിയോ, കുറേ നേരം കനലിൽ കിടക്കുക, മീൻസ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ അടുപ്പത്ത് തന്നെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നതാണ്. മീൻസ് ഇന്ന് യൂസ് ചെയ്യാതെ നാളെ നമുക്ക് ഇതുണ്ടാക്കിയിട്ട് നാളെ യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അത്രക്കും ടേസ്റ്റാണ്. അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് നോക്കാം. ടേസ്റ്റ് വയ്ക്കാം. ആ ലിവർ ഉണ്ട് അമ്മ. ചോറൊന്നും ലിവർ ആയിരുന്നു. ലിവർ ഇപ്പം കാണില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ചിക്കൻ കറി അതേപോലെ നമ്മളെല്ലാ പൊടികളിട്ട് തിന്നണ ആ ഒരു ടേസ്റ്റ് സത്യത്തിൽ വല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഒരു വേറെ ടേസ്റ്റ്. പക്ഷെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമാവുന്നത് നമ്മളെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറി അതാണ് കേട്ടോ. ചിക്കൻ്റെ ഏത് റെസിപ്പി എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് കുറച്ച് വലിയ ടേസ്റ്റ് ഇല്ല. സത്യം പറയാൻ വലിയ ടേസ്റ്റ് ഇല്ല. നമുക്ക് കുറച്ച് ചോറൊക്കെ ഇട്ടൊന്ന് കഴിച്ചു നോക്കാം. കൂടി ഇട്ടിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് കാണാൻ നല്ല ചൊറുക്കുണ്ട്. പക്ഷെ കഴിക്കാൻ വലിയൊരു നേരത്തെ അങ്ങനെ തിന്നിട്ടാന്ന് തോന്നുന്നുണ്ട്. വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ ടേസ്റ്റ് തോന്നിയില്ല. അതൊന്നും കഴിച്ചോട്ടെ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞത് കുറേ നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ മീൻസ് നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് കുറേ നേരം ഇങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടായിരിക്കാം മേ ബി. എന്നാലും കുഴപ്പമില്ല, ഒപ്പിക്കാം. നമുക്ക് പെട്ടെന്ന് ഒന്നുമില്ല, ഒരു പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ റെസിപ്പി തന്നെ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കാം. എന്നും ട്രൈ ആക്കി നോക്കാമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം വീണ്ടും വീഡിയോ ആയിട്ട് വരാം. ബൈ.